LDF-UDF അഡ്ജസ്റ്റ്മെന്റ് ഭരണം ഏറ്റുമാനൂർ നഗരസഭയെ വികസന മുരടിപ്പിലാക്കിയെന്ന് ബി.ജെ.പി. ജില്ലയിൽ ഏറ്റവും പിന്നോക്കാവസ്ഥയിലുള്ള നഗരസഭയായി ഏറ്റുമാനൂർ മാറിയെന്ന് ബി.ജെ.പി. ചൂണ്ടിക്കാട്ടുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വികസിത ഏറ്റുമാനൂർ എന്ന മുദ്രാവാക്യവുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചാരണത്തിലാണ് ഏറ്റുമാനൂർ നഗരസഭയിലെ NDA സ്ഥാനാർത്ഥികൾ. ഏറ്റുമാനൂർ നഗരസഭയിലെ വികസന മുരടിപ്പുകൾ ചൂണ്ടിക്കാട്ടിയാണ് NDAയുടെ പ്രചാരണം. റോഡ് വികസനം, അടിസ്ഥാന സൗകര്യ അപര്യാപ്തതകൾ, കേന്ദ്ര സർക്കാരിന്റെ ജനകീയ പദ്ധതികളുടെ അട്ടിമറി എന്നിങ്ങനെ നഗരസഭ സുതാര്യമല്ലാത്ത ഭരണത്തിലൂടെയാണ് ഇതുവരെ കടന്നുപോയതെന്ന് BJP ചൂണ്ടിക്കാട്ടുന്നു. വികസിത ഏറ്റുമാനൂർ എന്ന മുദ്രാവാക്യം മുൻനിർത്തിയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണമെന്ന് ഏറ്റുമാനൂർ നഗരസഭ 9ാം വാർഡ് BJP സ്ഥാനാർത്ഥി സിറിൽ ജോർജ് പറയുന്നു. നഗരസഭ നമുക്ക് ഈ നഗരസഭയിൽ ഒരു നഗരസഭ മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ഒരു കാര്യങ്ങളും നഗരസഭയിൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. നമുക്ക് നല്ല റോഡുകൾ വേണം. അതുപോലെ നഗരസഭ മാലിന്യ സംസ്കരണം ഒരു കീറാമുട്ടിയെ കിടക്കുകയാണ്. നഗരസഭയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മത്സ്യ മാർക്കറ്റ് വർഷങ്ങളായിട്ട് ഇപ്പോൾ നഗരസഭ അവരെ പേടിച്ച് നഗരസഭ വേറെ സ്ഥലത്തോട് ഇപ്പം മാറാൻ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു മുനിസിപ്പാലിറ്റി ആകുമ്പോൾ നമുക്കറിയാം എന്തെല്ലാം കിട്ടണം. അതുപോലെ കേന്ദ്രത്തിൽ ഒത്തിരി പദ്ധതികളുണ്ട്. അമൃതധാര പദ്ധതി പോലെ ജലപദ്ധതികൾ നടപ്പാക്കുന്നില്ല. അതുപോലെ നമുക്ക് നല്ല റോഡുകൾ നമുക്ക് വാർഡിൻ്റെ വിവിധ ഭാഗങ്ങളോട് കയറി ചെന്ന് നമ്മൾ സമ്പർക്കം പിടിച്ച് ചെന്ന് മനസ്സിലാക്കിയാണ് ആൾക്കാരുടെ പറയുന്ന വേദന അനുഭവങ്ങൾ. അപ്പോൾ എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. LDF-UDF മുന്നണികളെ തള്ളി NDAക്ക് ജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ടെന്നും BJP സ്ഥാനാർത്ഥിയുടെ ആത്മവിശ്വാസം. ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഒരു വികസിത ഏറ്റുമാനൂർ എന്ന അജണ്ട വെച്ചാണ് മത്സരിക്കുന്നത്. നമ്മുടെ ഏറ്റുമാനൂർ നഗരസഭയെ ടാർഗറ്റ് നഗരസഭയെ എടുത്തുകൊണ്ടാണ് പാർട്ടി തെരഞ്ഞെടുപ്പ് 3 ക്ലസ്റ്ററായി ഉപയോഗിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ഇരു മുന്നണികൾക്കുമെതിരെ ശക്തമായ പ്രകടനമാണ് BJP കാഴ്ചവെക്കുന്നതെന്ന് നഗരസഭ 10ാം വാർഡ് BJP സ്ഥാനാർത്ഥി സിദ്ധു അനി പറയുന്നു. എന്നെ കഴിയാവുന്ന എന്ത് കാര്യങ്ങളും ഞാൻ എൻ്റെ ഒപ്പം എൻ്റെ ജനങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്നു. എൻ്റെ വാക്ക് ഞാൻ വെറുതെ പറയുന്നല്ല. അങ്ങനെ ഒരു സ്ഥാനം കിട്ടിയാൽ ഞാൻ ചെയ്യാവുന്ന കഴിവതും ഞാൻ ചെയ്യും. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ചില വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥകൾ കാണുമ്പോൾ നമ്മളൊന്നും അറിയപ്പെടാതെ കിടന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓരോ വീടുകളിലും ചെന്ന് കയറുമ്പോഴാണ് നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാകുന്നത്. അതിപ്പം ഞാൻ ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഈ 10ാം വാർഡിൽ അത്രയും വീടുകളിൽ കയറി ഇറങ്ങിയപ്പോൾ എനിക്കത് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ കഴിയുന്ന എന്ത് കേന്ദ്ര സർക്കാരിന്റെ എന്ത് ആനുകൂല്യങ്ങളും എനിക്ക് ലഭിക്കുകയാണ്, എനിക്ക് സ്ഥാനം കിട്ടി ലഭിക്കുകയാണ്, ഞാൻ അവർക്ക് അത് ഉപകാരപ്പെടുത്തും. കോട്ടയം ജില്ലയിൽ ഇരു മുന്നണികൾക്കുമെതിരെയുള്ള ജനവിരുദ്ധ വികാരം പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഏറ്റുമാനൂരിലെയും NDA സ്ഥാനാർത്ഥികൾ. ജനം, കോട്ടയം.